എറണാകുളം ബസിലിക്കയുടെ മുൻപിലുള്ള ആരാധനാ ചാപ്പൽ പരിസരം പുല്ലുകൾ വളർന്നും പായൽ പിടിച്ച് കൃത്രിമ കുളങ്ങളും കാരണം പാമ്പുകളുടെയും കൊതുകുകളുടെയും താവളമായിരുന്നു. പലപ്പോഴും വാതിലിന് താഴെ പാമ്പ് കിടക്കുന്നത് കണ്ടവരുണ്ട്. എന്നാൽ ഒരു മാസത്തോളം രാവും പകലും അവിടെ സഹന സമരത്തിന് ഉണ്ടായിരിക്കുന്നവർക്ക് വിഷം തീണ്ടുകയോ കൊതുക് കടിച്ച് ഡെങ്കിപ്പനി പോലുള്ള പകർച്ചവ്യാധികൾ പിടിപെടുകയോ ചെയ്തിട്ടില്ല. കർത്താവ് തൻ്റെ തിരുരക്തത്താൽ അവരെ പൊതിഞ്ഞ് സംരക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് ഇതുപോലെ അവർ സുരക്ഷിതരായത്. വിശുദ്ധ കുർബാനയോടും തിരുസഭയോടും അനുസരണയോടെ നിൽക്കുന്നവരെ മേജർ ആർച്ച് ബിഷപ്പും വികാരിയും പോലീസിനെ കൊണ്ട് ലാത്തിക്കടിക്കുകയും പച്ചവെള്ളം കൊടുക്കാതെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ദിവസം മുഴുവൻ ഇരുത്തുകയും ചെയ്തു. സിനഡ് മെത്രാന്മാർ ഇതിനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല. എന്നാലും ഫാദർ മണവാളനെ ബസിലിക്കയിൽ നിന്നും കെട്ടും പാട്ടവും എടുത്ത് കുടിയിറക്കി വെളുത്ത പുക കണ്ടിട്ടേ ഇറങ്ങുമെന്ന് തീരുമാനിച്ചുറച്ചാണ് വിശ്വാസികൾ സമരമിരുന്നത്. അത് ഒടുവിൽ സംഭവിച്ചു. സമരവും അവസാനിപ്പിച്ച് ഒരു കണക്കിന് സഭാ നേതൃത്വത്തിന്റെ 3:30 എല്ലാ പള്ളികളിലും സഭ അംഗീകരിച്ച കുർബാന ഉണ്ട് എന്ന് വിശ്വാസികൾക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇന്നലെ വിശ്വാസികൾ സകുടുംബം 3:30 തന്നെ തൻ്റെ സഭ അംഗീകരിച്ച ഏകീകൃത കുർബാനയിൽ മാത്രം പങ്കെടുത്തു. അങ്ങനെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാനയ്ക്ക് പള്ളി നിറയെ ആളുകളുണ്ടായിരുന്നു. ഇനിയും ഇത് തുടരുമ്പോൾ മാർപ്പാപ്പയും സഭാസിനഡും നിയമാനുസൃതം അല്ലാതാക്കിയ വിമത ജനാഭിമുഖ കുർബാനയ്ക്ക് ആളുകൾ ഇല്ലാതാവും. അങ്ങനെ വിമത പാഷണ്ഡതയുടെ അന്ത്യം സമാഗതമാവും. സഭയോടൊപ്പം നിൽക്കുന്നവരുടെ മാനസികാവസ്ഥ 3 വർഷം മുൻപുള്ളതല്ല എന്നും വിമത വൈദികർക്ക് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്. അതിനാൽ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് തീർത്ത് തല ഊരി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് മാർപ്പാമ്പ്ളാനിയുടെ 2ാം സമവായം വന്നത്. കച്ചിത്തുരുമ്പ് കിട്ടിയതുപോലെ അതിൽ പിടിച്ച് അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി അവർ ക്രമേണ സഭയുടെ കുർബാന അർപ്പിക്കും. പല ഇടവകകളിലും നല്ലൊരു ഭാഗം പേരും വിമതരായിരിക്കെയാണ് വിമത വൈദികർ സഭയുടെ കുർബാന അർപ്പിക്കുവാൻ തയ്യാറായത്. അതൊരു ചെറിയ കാര്യമല്ല.